Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kotti. In today's lecture, we will be discussing about production planning and control. So in the second module, we have been discussing about the various functions of production management. Today, we are going to learn about production planning and control. Production planning and control can be defined as the process of planning the production in advance, setting the exact route of each item, fixing the starting and finishing dates for each item, to give production orders to shops, and to follow up the progress of products according to orders. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാൻ ആൻഡ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഇൻ അഡ്വാൻസ് കൃത്യമായിട്ട് എന്താണ് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുക. സെറ്റിംഗ് ദ എക്സാക്ട് റൂട്ട് ഓഫ് ഈച്ച് ഐറ്റം, ഓരോ ഐറ്റവും കടന്നു പോകേണ്ട എക്സാക്ട് റൂട്ട്സ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യാന്ന്, അല്ലെങ്കിൽ ഒരു ചെയർ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നമ്മളൊരു തടിയെടുത്ത് അല്ലെങ്കിൽ വുഡ് എടുത്ത് അതിൻ്റെ റോ മെറ്റീരിയലായ വുഡ് എടുത്ത് ഒരു സിംഗിൾ മെഷീനറിയിലേക്ക് ഇട്ടാൽ അത് ഒരു ഫിനിഷ്ഡ് ചെയറായി മാറില്ല. അത് കുറേ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ആ ഒരു എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്തുള്ളൂ. റോ മെറ്റീരിയൽ എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് കടന്നു പോകണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുക. ഓരോ ആക്ടിവിറ്റീസിൽ ഏതൊക്കെ വൺ ബൈ വൺ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുക. ദ സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ്സ് ഓഫ് ഈച്ച് ഐറ്റം, ഓരോ ആക്ടിവിറ്റീസ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് ആക്ടിവിറ്റിയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് എന്ന് തീരണം, അതിനുശേഷം അടുത്ത ആക്ടിവിറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് പ്ലാൻ ചെയ്യുക. ടു ഗിവ് പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ടു ഷോപ്സ് ആൻഡ് ഫോളോ അപ്പ് ദ പ്രോഗ്രസ് ഓഫ് പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ഓർഡേഴ്സ്, കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന മേഖലയിലേക്ക് അവരുടെ വർക്ക് ചെയ്യാനുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പറയുക. എന്നിട്ട് അത് ചെയ്യുമ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുക. അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് തന്നെയാണോ വർക്ക് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് റൂട്ട് ചെയ്ത് അതിനുള്ള സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നീട് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ അതോ വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിൽ നിന്നും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് തരുള്ളൂ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുക. The principle of production planning and control lies in the statement, first plan your work and then work on your plan. ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്നുള്ളതുണ്ട്. ഫസ്റ്റ് നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുക, അതിനുശേഷം പ്ലാൻ അനുസരിച്ച് നമ്മളത് വർക്ക് ചെയ്യുക. കൃത്യമായിട്ട് എന്താണ് പ്ലാൻ അതനുസരിച്ച് വർക്ക് ചെയ്യുക. ഇതിനെയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. പ്ലാനിങ് ഇൻ അഡ്വാൻസ് ആൻഡ് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ, ഇതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now let us look into the functions of production planning and control. The first function is planning. It is deciding in advance what to do, how to do it, when to do it and who is to do it. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് പ്ലാനിങ് ഫംഗ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അതേ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയെ പ്ലാൻ ചെയ്യുക, ഇൻ അഡ്വാൻസ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, ആര് എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം അഡ്വാൻസ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ നിലവിൽ ഏത് സിറ്റുവേഷനിലാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ തിങ്സ് ടു ഒക്കർ വിച്ച് വുഡ് നോട്ട് അതർവൈസ് ഹാപ്പൻ. കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവബിൾ ആയിരിക്കില്ല. അപ്പോൾ പ്ലാനിങ് ആണ് ഫസ്റ്റ് എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്നുള്ള ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. പ്ലാനിങ് ഇൻ അഡ്വാൻസ്, എന്താണ് നമ്മൾ പ്രൊഡക്ഷനിൽ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ പ്ലാനിങ് ഫംഗ്ഷൻ എന്ന് പറയാം. The second function of production planning is routing.
It can be defined as the selection of path which each part of the product will flow, which being transformed from raw material to finished product. അപ്പോൾ റൂട്ടിംഗ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു പാത്ത് ഡിഫൈൻ ചെയ്യുക. നമ്മുടെ റോ മെറ്റീരിയലിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കൃത്യമായ പാത്ത് ഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ എന്തിനകത്ത് ചെയ്യുന്നത്, റൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂട്ടിംഗ് ഡിറ്റർമിൻസ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജസ് പാത്ത് ടു ബി ഫോളോഡ് ഫോർ ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മെഷീൻ ടു മെഷീൻ ടിൽ raw material gets its final shape. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റായി എത്തുന്ന വരെയുള്ള ആ ഒരു ഡയറക്ഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം, ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയാലാണ് എത്രയും പെട്ടെന്നും എത്രയും ക്വാളിറ്റിയോടുകൂടിയും ആ ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് എത്താൻ പറ്റുക, ഇത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയാം. റൂട്ടിംഗ് പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ താഴെ ഒരു ചെറിയ ഡയഗ്രാം പോലെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മളൊരു ബെൻഡ് ട്യൂബ്, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ബെൻഡ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റി എങ്ങനെ റൂട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്: സോയിങ്, മില്ലിംഗ്, ബെൻഡിങ് ആൻഡ് പെയിൻറ്റിങ്. ഇതാണ് അതിൻ്റെ ഒരു റൂട്ട്. ഈ റൂട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈ ബെൻഡ് ട്യൂബ് എന്ന പ്രോഡക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള മെറ്റലാണെങ്കിൽ, എന്ത് ടൈപ്പ് മെറ്റലാണെങ്കിലും അതിനെ സോയിങ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മില്ലിൽ കൊണ്ടുപോയി കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അതിനുശേഷം ബെൻഡിങ്, കൃത്യമായിട്ട് അത് ബെൻഡ് ചെയ്യുക. അതിനുശേഷം പെയിൻറ്റിങ്. ഇങ്ങനെ ഒരു പ്രൊസീജിയറാണ്. ഓരോ ആക്ടിവിറ്റിയും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റൂ. നമുക്കിപ്പോൾ റൂട്ടിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് മില്ലിങ്ങും ബെൻഡിങ്ങും ചെയ്തതിന് ശേഷം പിന്നീട് സോയിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കുക. ഏത് റൂട്ടിലൂടെ കടന്നു പോയാൽ ആദ്യമേ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടേബിളിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ഓപ്പറേഷൻസ്. ഫസ്റ്റ് സോയിങ്, പിന്നീട് മില്ലിംഗ്, ബെൻഡിങ് ആൻഡ് പെയിൻറ്റിങ്. ഇത്തരത്തിൽ ആ ഒരു പാത്ത് ഡിസൈഡ് ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് ദ പാത്താണ് നമ്മൾ റൂട്ടിങ്ങിനകത്ത് ചെയ്യുന്നത്. ഏത് പ്രോസസ്സാണ് ആദ്യമേ നടക്കേണ്ടത്, അതിനുശേഷം ഏതാണ് നടക്കേണ്ടത്, ഇത്തരത്തിലൊരു ഓർഡർ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെ കടന്നു പോയാൽ എത്രയും പെട്ടെന്ന് പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എത്രയും ക്വാളിറ്റിയോടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റൂട്ടിംഗ് ഫംഗ്ഷൻ. The third function is scheduling. It determines the program for the operations. Scheduling may be defined as the fixation of time and date for each operation. It determines the sequence of operations to be followed. അപ്പോൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തു, പ്ലാനിങ് ഫംഗ്ഷന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്തു, അതിനുശേഷം നമ്മൾ റൂട്ട് ചെയ്തു, ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് കടന്നു പോകേണ്ടതെന്ന് കൃത്യമായിട്ട് റൂട്ട് ചെയ്തു. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഈ റൂട്ടിംഗ് ചെയ്ത ഓരോ ആക്ടിവിറ്റീസിനെയും ഷെഡ്യൂൾ ചെയ്യുക. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ തീരണം, ഇതിനുള്ള ടൈമും ഡേറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുക. ഷെഡ്യൂൾ ചെയ്യുക, അതായത് ഫസ്റ്റ് ആക്ടിവിറ്റി റോ മെറ്റീരിയൽ കൊണ്ടുവന്നു, അതായത് വുഡ് കൊണ്ടുവന്നു, അതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസിലേക്ക് ആക്കണം. അതൊരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിന് എന്ന് ആ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം, ആ ആക്ടിവിറ്റി എന്ന് തീരണം, എത്ര ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കണം. ഇതാണ് ഷെഡ്യൂളിംഗ്. എന്നാൽ മാത്രമേ അടുത്ത ആക്ടിവിറ്റി തുടങ്ങുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഡിമാൻഡിനനുസരിച്ച് സമയത്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ഷെഡ്യൂൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ തേർഡ് ഫംഗ്ഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഈസ് ഷെഡ്യൂളിംഗ്. The fourth function is dispatching. It is concerned with starting the process. It gives necessary authority so as to start a particular work which has been already planned under routing and scheduling. അപ്പോൾ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഉള്ളതെല്ലാം പ്ലാനിങ് സ്റ്റേജസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്തു, രണ്ടാമത് അതിനുശേഷം റൂട്ട് ചെയ്തു, എന്താണ് പാത്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് അതിനെ റൂട്ട് ചെയ്തു, അതിനുശേഷം ആ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഷെഡ്യൂളിങ്ങും സ്റ്റാർട്ട് ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇത്രയും ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് ആണ് നടന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റി നമ്മുടെ മാനേജ്മെൻറ്റിൽ നിന്നും ഒരു അപ്രൂവൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്ലാനും ഷെഡ്യൂളും റൂട്ടിങ്ങും എല്ലാം നോക്കിയതിന് ശേഷം ഓക്കെയാണ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞോളൂ. സ്റ്റാർട്ടിംഗ് പ്രോസസ്സാണ് ഡിസ്പാച്ചിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Therefore, dispatching is release of orders and instructions for starting of production for any time in acceptance with the route sheet and schedule chart. Once നമ്മൾ പ്രിപ്പയർ ചെയ്ത റൂട്ട് ഷീറ്റും
ഷെഡ്യൂൾ ചാർട്ട്സും എല്ലാം അപ്രൂവ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റിലീസിങ് ഓർഡർ തരുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ ഡിസ്പാച്ചിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. And the fifth and the last function is follow up. The function of follow up is to report daily the progress of work in each shop in a prescribed performa and to investigate the cause of deviation from the planned performance. അപ്പോൾ ഫോളോ അപ്പ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ഫങ്ഷൻസ് ഒക്കെ എന്തായിരുന്നു? പ്ലാനിങ്, ഫസ്റ്റ് പ്ലാൻ ചെയ്തു, രണ്ടാമത് റൂട്ടിംഗ് ഫങ്ഷൻ ചെയ്തു, പിന്നീട് ഷെഡ്യൂളിംഗ്, അതിനുശേഷം ഡിസ്പാച്ചിങ്. ഇത് ഇത്രയും ഡിസ്പാച്ചിങ് ആയപ്പോഴത്തേക്കും ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്ത് തുടങ്ങി. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്യൂട്ടി തീർന്നോ? ഇല്ല. നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെയാണോ നടക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം, കൃത്യമായൊരു പെർഫോമയുടെ അണ്ടറിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അതേപോലെ നടക്കുന്നുണ്ടോ ഇല്ലയോ. കൃത്യമായിട്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട ചേഞ്ചസ് വരുത്തുകയും വേണം. ഇതാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുക. നമ്മൾ വൺസ് പ്ലാൻ എല്ലാം ചെയ്തു, ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റമാണ് ഫോളോ അപ്പ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഈ പറഞ്ഞ 5 ഫങ്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? പ്ലാനിങ് ഇൻ അഡ്വാൻസ്. എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ആര് പ്രൊഡ്യൂസ് ചെയ്യും, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഫംഗ്ഷനാണ് പ്ലാനിങ് ഫംഗ്ഷൻ. രണ്ടാമതായിട്ട് റൂട്ടിങ്. ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ കടന്നുപോയി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ആവുന്നത്, ഏതാണ് ബെസ്റ്റ് പാർട്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു റൂട്ടിംഗ് ഫംഗ്ഷൻ. തേർഡ് വൺ ഇസ് ഷെഡ്യൂളിംഗ്. ഓരോ ആക്ടിവിറ്റീസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡേറ്റും ടൈമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഷെഡ്യൂളിംഗ് ഫംഗ്ഷൻ. പിന്നീട് ഡിസ്പാച്ച്. റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങിന് ശേഷം ഇത് രണ്ടും അപ്രൂവ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും ഓർഡർ വരുന്ന ഒരു ഫംഗ്ഷനാണ് ഡിസ്പാച്ചിങ് ഫംഗ്ഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, ആഫ്റ്റർ ഡിസ്പാച്ചിങ് ദ വർക്ക് സ്റ്റാർട്ട്സ് ആൻഡ് ഫൈനലി ആഫ്റ്റർ ദ വർക്ക് സ്റ്റാർട്ടഡ് വി ഡു ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. കൃത്യമായിട്ട് അതിന് എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്ത് അതിന് പറ്റിയ രീതിയിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് ഡീവിയേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി, ഉണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തി അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്താണെന്നുള്ളതും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും. അത് തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നതും. ഡിഫൈൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഉത്തരം പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.